নমস্কার। আমরা এমন একটা রিজিয়নে, আঞ্চলিক একটা অবস্থায়, পৃথিবীর এমন একটা স্থানে আমাদের অবস্থান, যেখানে আমরা অনেকগুলো বাস্তবতার সঙ্গে আমরা জড়িয়ে আছি। এই বাংলাদেশে শরণার্থীদের ঢল নামানো হতে পারে সেই ধরনের চক্রান্ত আশেপাশে চলছে। মাননীয় স্পিকার, বিভিন্ন জায়গায় রোহিঙ্গারা অলরেডি চলে এসেছে। আবার আমাদের প্রতিবেশী দেশ থেকে আবার যে মুসলমানদেরকে বের করে দিয়ে আমাদের দেশে শরণার্থী হিসেবে ঢল নামানো হবে না, তার কোনো গ্যারান্টি নেই মাননীয় স্পিকার। এই কারণে আমরা এই বাংলাদেশের যারা মানুষেরা আছি, আমাদেরকে একতাবদ্ধ থাকতে হবে। আমরা সেই ৭১-এ ২৪-এ প্রত্যেকটা সময় জাতিগতভাবে আমরা যেমন একত্রিত হতে পেরেছিলাম, তেমনি ভাবে এই বাংলাদেশের স্বাধীনতা সার্বভৌমত্বের উপরে, বাংলাদেশের জনগণের উপরে যদি কোনো ধরনের পরাধীনতা চাপিয়ে দেওয়ার চেষ্টা করা হয়, সেই সময়টা তো আমাদেরকে ঐক্যবদ্ধ থেকে বাংলাদেশের জন্য কাজ করতে হবে মাননীয় സ്പീക്കർ. ബംഗ്ലാദേശിലെ അക്തർ ഹുസൈൻ എന്ന MP അവരുടെ പാർലമെൻറ്റിൽ സംസാരിച്ചതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, അതിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലം കാത്തിരിക്കുകയാണല്ലോ രാജ്യം മുഴുവൻ. അതിന് മുന്നോടിയായിട്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബംഗാളിൽ ഇത്തവണ BJP ഭരണമുണ്ടാവും എന്നാണ് ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഏജൻസികളും വിവരങ്ങൾ കൊടുത്തത്. ഇത് വാർത്തയായിട്ടും മറ്റും ബംഗ്ലാദേശിൽ അറിഞ്ഞപ്പോൾ അവിടുത്തെ MP അയാളുടെ ആകുലത അവിടെ പ്രകടിപ്പിക്കുന്നതാണ് ഈ കണ്ടത്. അതായത് BJP ബംഗാളിൽ ഭരണത്തിൽ വന്നാൽ അവർ സ്വാഭാവികമായും ബംഗ്ലാദേശുകാരായിട്ടുള്ള അഭയാർത്ഥികളെ അവിടുന്ന് അടിച്ചോടിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക്, അതായത് ബംഗ്ലാദേശിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവും എന്ന ആശങ്കയാണ് അയാൾ പങ്കുവെച്ചത്. പക്ഷേ അയാളുടെ ആ വാചകം ശരിയല്ല. അവരുടെ ആളുകൾ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നതിനെ എങ്ങനെയാണ് അഭയാർത്ഥി പ്രവാഹം എന്ന് വിശേഷിപ്പിക്കുക? അത് അവരുടെ ആളുകളാണല്ലോ. യഥാർത്ഥത്തിൽ അവരിപ്പോൾ അഭയാർത്ഥികളായിട്ടും കുടിയേറ്റക്കാരായിട്ടും കടന്നുകയറ്റക്കാരായിട്ടും നമ്മുടെ രാജ്യത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഇവിടെ രേഖകളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇത്രയും കാലം തൃണമൂലും മമതാ ബാനർജിയുമൊക്കെ അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ടിന് വേണ്ടി നിന്നു. അത്തരം ഒരു പ്രീണനം BJP സർക്കാർ കാണിക്കില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടെ നിന്ന് പുറന്തള്ളപ്പെടേണ്ടി വരും, പുറത്താക്കേണ്ടി വരും. അങ്ങനെ അവരെ പുറത്താക്കുമ്പോൾ അവരവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ അതവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനയാൾ അഭയാർത്ഥി പ്രവാഹം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു പ്രയോഗമല്ല. കാരണം ഇന്ത്യക്കാരല്ല അങ്ങോട്ടേക്ക് ചെല്ലുന്നത്, അവരുടെ തന്നെ രാജ്യക്കാരാണ് അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവരെ അവർ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് അവർക്ക് വലിയ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ തന്നെ ഈ ചില ആഗോള വരുമാനത്തിൻ്റെ ആഗോള ഓഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാലും മികച്ചതാണ് എന്നൊക്കെ ബംഗ്ലാദേശ് കള്ളക്കണക്കും മറ്റും കാണിക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. കാരണം കുറേ എണ്ണത്തിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടി വെച്ചിരിക്കുകയുള്ളൂ നമ്മുടെ രാജ്യത്തേക്ക്. നമുക്കാണ് അവരെ പോറ്റേണ്ട ചുമതല. എന്തൊരു ഗതികേടായിരുന്നു ഈ രാജ്യം ഇത്രകാലവും അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക. എന്നിട്ട് വലിയ മേനിനടിക്കും GDPയുടെ കാര്യം വരുമ്പോൾ. ആളോഹരി വരുമാനത്തിൽ ബംഗ്ലാദേശാണെന്ന് അതെങ്ങനെ ശരിയാവാതിരിക്കും? കാരണം പകുതി എണ്ണത്തിനെയും തട്ടി ഇങ്ങോട്ടേക്ക് ഇട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ ബാക്കിയുള്ളതിൻ്റെ മാത്രം ആളോഹരി എടുത്താൽ മതി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാൾ മികച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ കൊടുക്കണം അരിയും ഗോതമ്പും മറ്റും, എന്നാലേ അവിടെ പട്ടിണിയില്ലാതെ കഴിയാൻ പറ്റൂ. അപ്പോൾ ഇത്തരം അഭ്യാസങ്ങളൊന്നും ഇനി വേണ്ടടാവേ എന്നാണ് അമിത്ഷായും മോദിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ജയിച്ചാൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. സകലണത്തിനെ അടിച്ച് അങ്ങോട്ട് ഓടിക്കും. അപ്പോൾ അവർ പോറ്റുകയോ പോറ്റാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷെയ്ഖ് ഹസീന എന്ന ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന അവരുടെ മുൻ പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നല്ല സൗഹൃദത്തോടെ തന്നെ മോദി പറയുകയുണ്ടായി, ബംഗ്ലാദേശികളായിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ രാജ്യത്തുണ്ട്, അവരെ നിങ്ങൾ ദയവ് ചെയ്ത് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കുറച്ച് ദാർഷ്ട്യത്തോടെ ഈ ഷെയ്ഖ് ഹസീന പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തു നിന്ന് നിങ്ങളുടെ രാജ്യത്തേക്ക് തൊഴിൽ തേടി വരേണ്ട ആവശ്യം ഞങ്ങളുടെ ജനങ്ങൾക്കില്ല. കാരണം ഒരു ഇന്ത്യക്കാരന് പ്രതിശീർഷം കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതലാണ് ഒരു ബംഗ്ലാദേശിക്ക് ഞങ്ങളുടെ രാജ്യത്ത് കിട്ടുന്നത്. അതിനാൽ ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് തൊഴിൽ തേടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ഇത് ഈ ഗുജറാത്തിൻ്റെയും കേരളത്തിൻ്റെയും കാര്യം പറയുന്നതാണ് കാണും. ഇവിടെ കമ്മികൾ എപ്പോഴും പറയും ഗുജറാത്തിൽ ഈ കൂലി വളരെ കുറവാണ്, കേരളത്തെ അപേക്ഷിച്ച് ശമ്പളവും കൂലിയും വളരെ കുറവാണ് എന്ന് പറയുമ്പോഴും ഇവിടെ ബംഗാളികളും ആസാമികളും ബീഹാറികളും വന്ന് ജോലി ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഗുജറാത്തിയും ഇവിടെ വന്ന് ജോലി ചെയ്യാറില്ല. മറിച്ച് 10 ലക്ഷത്തിന് മുകളിൽ മലയാളികൾ ഗുജറാത്തിൽ പോയാണ് ജോലി ചെയ്യുന്നത്. അവിടെ കൂലി കുറവായിട്ടും എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടിയില്ല. ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഷെയ്ഖ് ഹസീനയും പറഞ്ഞു വെച്ചത്. അവരുടെ രാജ്യത്ത് നല്ല വരുമാനമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നത് എന്നാണ് അവർ അന്ന് ന്യായീകരിച്ചത്. അവരുടെ രാജ്യത്ത് ജോലിയുള്ളവർക്കല്ലേ ശമ്പളം കിട്ടുന്നുള്ളൂ. ജോലി ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജോലി കിട്ടാത്തവൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവൻ വലിഞ്ഞു കയറി ഇന്ത്യയിലേക്ക് വരും. അങ്ങനെ നമ്മുടെ വിഭവങ്ങൾ ഇവർ അപഹരിക്കേണ്ട എന്ന് BJP സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. പക്ഷേ ഇത്ര കാലവും മമതാ ബാനർജിയും അതിനു മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരും അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുമൊക്കെ ഈ ബംഗ്ലാദേശികളെ അനധികൃതമായിട്ട് കടന്നു കയറാൻ സമ്മതിച്ചിരുന്നു. അവർക്ക് റേഷൻ കാർഡ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. ഇനി അത് വേണ്ട, ഇനി അത് ഉണ്ടാവില്ല എന്ന് ബംഗ്ലാദേശികൾക്ക് പോലും മനസ്സിലായി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇയാൾ ഇത്ര ആവലാതിപ്പെടുന്നത്.
എത്ര ആവലാതിപ്പെട്ടിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ ബംഗ്ലാദേശികൾ ആരും ഇവിടെ ഇല്ല എന്ന് സമർത്ഥിക്കാനും പറ്റില്ല. നമ്മുടെ മാപ്രകളടക്കമുള്ളവർ ഇതിൽ നിശബ്ദത പാലിച്ചിരുന്നതാണ്. കാരണം അവരിതിനെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതാണ് ഒരിക്കൽ ഷെയ്ഖ് ഹസീനയോട്, നിങ്ങളുടെ ആളുകൾ രേഖകളില്ലാതെ ഞങ്ങളുടെ രാജ്യത്തുണ്ട്, ദയവായിട്ട് അവരെ തിരിച്ചു വിളിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ നല്ല ജോലിയും ശമ്പളമുള്ളപ്പോൾ എന്തിനാണ് തുച്ഛമായിട്ടുള്ള വരുമാനത്തിന് ഇന്ത്യയിലേക്ക് ഞങ്ങളുടെ ആളുകൾ വരേണ്ടത് എന്നാണ് അവർ തിരിച്ചു ചോദിച്ചത്. അവർക്ക് തന്നെ ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയെ അഭയം പ്രാപിക്കേണ്ടി വന്നത് എന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ് എന്നേ പറയാനുള്ളൂ. എന്തായാലും ഈ അക്തർ ഹുസൈൻ എന്ന എംപിയുടെ ആശങ്കയായിട്ട് തന്നെ തുടരട്ടെ. ഇനി നിങ്ങൾ എത്ര കരഞ്ഞു കൂവിയിട്ടും ഇവിടെ എത്ര ഇരവാദം മുഴക്കിയിട്ടും കാര്യമില്ല. BJP ജയിച്ചാൽ 100 അല്ല 200% ഉറപ്പിക്കാം, ഇവറ്റകളെ അടിച്ച് വെടിയിലാക്കുക തന്നെ ചെയ്യും. ആ ഒരു ദിവസത്തിന് വേണ്ടി തന്നെയാണ് രാജ്യസ്നേഹികളായിട്ടുള്ള, അതിൽ സംഖ്യകൾ മാത്രമല്ല കേട്ടോ, രാജ്യസ്നേഹിയായിട്ടുള്ള എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇന്ത്യക്കാർക്കുള്ളതാണ്, വിദേശികൾക്കുള്ളതല്ല. പുറത്ത് പോ, അത്ര തന്നെ.